Hi all, good afternoon. Good afternoon, ma'am. Good afternoon. Ma'am ആണോ ഇംഗ്ലീഷ് എടുക്കുന്നേ? അതെ. അർച്ചന മാമോ? അർച്ചന മിസ് ഇല്ല. ഓക്കെ, എന്താ മാമിന്റെ പേര്? ഓക്കെ, എല്ലാവരും ആയോ? സ്റ്റാർട്ട് ചെയ്താലോ ക്ലാസ്? ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ ഐ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. എന്റെ പേര് അശ്വതി എന്നാണ്. ഞാൻ ഇംഗ്ലീഷ് എടുക്കണേ. ഓക്കെ, കേൾക്കുന്നുണ്ടോ എല്ലാവരും? Yes, ma'am. Yes, ma'am. കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാം മനസ്സിലായതാണോ? ക്ലിയർ ആയതാണോ? എല്ലാം ക്ലിയർ അല്ല മാം, കുറച്ചൊക്കെ. നമുക്കൊന്നൊരു കാര്യം ചെയ്യാം, നമുക്കിന്ന് പാർട്സ് ഓഫ് സ്പീച്ച് തുടങ്ങി പോവാം. ഓക്കെ ഓക്കെ അല്ലേ എല്ലാവരും? Yes, ma'am. ഓക്കെ മാം. ഓക്കെ, പാർട്സ് ഓഫ് സ്പീച്ച് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായോ എല്ലാവർക്കും? കുറച്ചൊക്കെ എന്നുവെച്ചാ 8 തരത്തിലുള്ള പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ട്. അതിനെപ്പറ്റി ജസ്റ്റ് ഒരു ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നൗണൊക്കെ ക്ലിയർ ചെയ്തെന്നായിരുന്നോ? എക്സ്പ്ലെയിൻ ചെയ്തെന്നായിരുന്നോ? ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ, ലെറ്റ്സ് ബിഗിൻ our class. ഓക്കെ, പാർട്സ് ഓഫ് സ്പീച്ച് അല്ലേ? എന്താണ് പാർട്സ് ഓഫ് സ്പീച്ച്? All words in the English language belongs to a word class called the parts of speech. അല്ലേ? There are 8 main parts of speech in English. അല്ലേ? എന്താ? എല്ലാ വാക്കുകളുടെയും ആ ഓരോ വാക്കും ചെയ്യുന്ന ഫംഗ്ഷൻ അനുസരിച്ച് ആ വാക്കുകളെ എന്താ 8 കാറ്റഗറീസ് ആക്കി തിരിച്ചിട്ടുണ്ടല്ലേ? അതിനെയാണ് നമ്മൾ എന്ത് പറയാ? പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയാ. അല്ലേ? പൊതുവെ 8 ആണ് കണ്ടിട്ടുള്ളത് അല്ലേ? നൗൺ, പ്രോനൗൺ, വെർബ്, അഡ്ജക്റ്റീവ്, ആഡ്വർബ്, പ്രൊപോസിഷൻ, കൺജങ്ഷൻ, ഇന്റർജങ്ഷൻ അല്ലെ? 8 പാർട്സ് ഓഫ് സ്പീച്ച് ആണ് പൊതുവെ കണ്ടിട്ടുള്ളത്. എന്നാൽ ചിലപ്പോഴെങ്കിലും ഒരു 9 എണ്ണം ഉണ്ടെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? ആ 9ാമത്തെ ആളാണ് ഡിറ്റർമിനേറ്റ്സ് അല്ലെ? ഓക്കെ, അപ്പൊ ഏതൊക്കെയാ 8 പാർട്സ് ഓഫ് സ്പീച്ച്? ഏതൊക്കെയാ? നൗൺ, പ്രോനൗൺ, വെർബ്, അഡ്ജക്റ്റീവ്, ആഡ്വർബ്, preposition, conjunction and interjection. Then ഏതാളെ? Determiners അല്ലേ? അപ്പൊ നമ്മൾ 8 എണ്ണം ഏതൊക്കെയാണെന്ന് പഠിച്ചു അല്ലേ? Then ഏതാ? ഫസ്റ്റ് നമുക്ക് തുടങ്ങാം. ഏതാ ഫസ്റ്റ്? ഫസ്റ്റ് ഏതാ? നൗൺ ആണ് അല്ലേ? അപ്പൊ നൗൺ എന്താണെന്ന് നമുക്ക് നോക്കാം. Noun is the part of speech that used the names of a person, place, animal, thing or concept. നിങ്ങൾക്ക് നോട്ട് കാണാൻ പറ്റുന്നില്ലേ? സ്ക്രീനിൽ കാണില്ലേ? യെസ് മാം, കാണുന്നുണ്ട്. അത് ഫോളോ ചെയ്ത് പോണേ. ആരും നോട്ട് എഴുതി ചെയ്യണ്ടോ? അപ്പൊ ക്ലാസ് ശ്രദ്ധിച്ചിരിക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഈ നോട്ട് തരും. ഓക്കെ, അപ്പൊ എന്താ നൗൺ? എന്താ? ഒരു പേഴ്സന്റെയോ അല്ലെങ്കിൽ ഒരു പ്ലേസോ അല്ലെങ്കിൽ ഒരു അനിമലോ അല്ലെങ്കിൽ ഒരു വസ്തുവോ എന്തോ ആവട്ടെ, ഒരു കോൺസെപ്റ്റോ എന്തോ ആവട്ടെ, അതിന്റെ നെയിം എന്താണ്, പേര്, അതിനെയാണ് നൗൺ എന്ന് പറയുന്നത്. Noun is the part of speech that used to as the names of a person, place, animal, thing or concept. അല്ലെ? എക്സാമ്പിൾ നോക്കാം. സാം, മൊബൈൽ, ക്യാറ്റ്, ബുക്ക്, ഹോം. അല്ലെ? സാം എന്ന് പറയുന്നത് എന്താ? ഒരു വ്യക്തിയുടെ പേരാണ് അല്ലെ? അതുപോലെ തന്നെ മുംബൈ എന്താ? ഒരു സ്ഥലത്തിന്റെ പേരാണ് അല്ലെ? ക്യാറ്റോ ഒരു അനിമലാണ് അല്ലെ? ബുക്ക് ഒരു വസ്തു. ഹോപ്പോ നമുക്കൊരു കോൺസെപ്റ്റോ അല്ലെ? പ്രതീക്ഷ എന്നൊക്കെ പറയാല്ലേ? കോൺസെപ്റ്റോ, ഫീലിങ്സോ, ഇമോഷനോ എന്താണെന്ന് പറയാല്ലേ? അപ്പൊ അതൊക്കെയാണ് നൗൺ എന്ന് പറയുന്നത്. നൗണിൽ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നൗൺസ് ഉണ്ട്.
അത് ഏതൊക്കെയാന്ന് നോക്കാം നമുക്ക്. പ്രോപ്പർ നൗൺ, കോമൺ നൗൺ, കോൺക്രീറ്റ് നൗൺ, ആബ്സ്ട്രാക്ട് നൗൺ, കളക്റ്റീവ് നൗൺ, മെറ്റീരിയൽ നൗൺ, കൗണ്ടബിൾ നൗൺ, അൺകൗണ്ടബിൾ നൗൺ, കോമ്പൗണ്ട് നൗൺ, സിംഗുലർ നൗൺ, പ്ലൂറൽ നൗൺ. അല്ലേ? അപ്പൊ ഏതൊക്കെയാ? ഇതും ഓരോന്നും നമുക്ക് നോക്കാം. ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതും, ഏതൊക്കെയാണ് ആ നൗൺ എന്ന് നമുക്ക് നോക്കാം. പ്രോപ്പർ നൗൺ ഏതാ? Proper noun is the name of a particular person or place. അല്ലേ? അപ്പൊ എന്താ? ഒരു പർട്ടിക്കുലർ പ്ലേസിന്റെയോ ഒരു വ്യക്തിയുടെയോ പേരിനെ സൂചിപ്പിക്കുന്ന ഒന്നാണ് പ്രോപ്പർ നൗൺ. അല്ലേ? എക്സാമ്പിൾ നോക്കാം. സിമി, ഇന്ത്യ, ജിമി എന്നൊക്കെ പറയുമ്പോ സിമി എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പേരാണ് അല്ലെ, ഒരു ഗേൾ അല്ലെ, ഒരാളുടെ പേരാണ് സിമി. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു കൺട്രിയുടെ നെയിമാണ് അല്ലെ, ഒരു രാജ്യത്തിന്റെ. പല രാജ്യങ്ങളുണ്ട് അല്ലെ, അപ്പൊ ഒരു രാജ്യത്തിന്റെ പേരാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇപ്പൊ ജിമ്മി എന്ന് പറയുന്നത് ഒരു ഡോഗിന്റെ നെയിമാണ് അല്ലെ. നമുക്ക് നമ്മുടെ വീട്ടിൽ പെറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ആ പെറ്റ്സിനൊക്കെ നമുക്ക് പേരിടില്ലേ, അപ്പൊ അതൊക്കെ ഒരു പ്രോപ്പർ നൗൺ അല്ലേ. കാരണം പ്രോപ്പർ ആയിട്ട് ഒരു പേര് വേണ്ട എല്ലാവർക്കും അല്ലെ. ഇപ്പൊ നമ്മളുടെ തന്നെ പലർക്കും എല്ലാവർക്കും അവരുടേതായ ഒരു പേരില്ലേ. ഇപ്പൊ എന്റെ പേര് അശ്വതി എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ പേര് അനുശ്രീ അല്ലെ, ചിത്ര, പ്രിയ എന്നൊക്കെ പറഞ്ഞ ഓരോ നെയിംസ് ഇല്ലേ. അപ്പൊ അതൊക്കെയാണ് പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. അത് ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായോ പ്രോപ്പർ നൗൺ എന്താണെന്ന്? ഇതുവരെ എടുത്തത് ക്ലിയർ ആണോ? ക്ലിയർ. ഓക്കെ, ക്ലിയർ അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് സെന്റൻസ് ഒക്കെ എടുത്തതല്ലേ? ആരൊക്കെ ഒരാളെ പറയാവോ കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് എന്തൊക്കെയാ എടുത്തേ? അതൊക്കെ ഒന്ന് പറയാവോ? റിലേറ്റീവ് പ്രോണൗൺസ്. അതിന് മുന്നേ പ്രോണൗൺ എന്താന്ന് പറഞ്ഞു തന്നായിരുന്നോ? നൗൺ എന്താണെന്നും പ്രോണൗൺ എന്താണെന്നൊക്കെ പറഞ്ഞായിരുന്നോ? ഒരാള് പറയാമോ? അല്ലെങ്കിൽ ഒരാള് അനുശ്രീ പറയുവോ? അനുശ്രീ കേൾക്കുന്നുണ്ടോ? എടുത്തിരുന്നു മാം. നൗണും പ്രോനൗണും എടുത്തിരുന്നു. പാർട്സ് ഓഫ് സ്പീച്ചില് നൗണും പ്രോനൗൺ, verb, adjective, adverb, preposition, conjunction, interjection ഈ 6 പറഞ്ഞിരുന്നു. അതൊക്കെ അത് ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ജസ്റ്റ് എന്താണെന്ന് മാത്രമാണ് പറഞ്ഞത്, അല്ലെങ്കിൽ പറഞ്ഞു എന്നാണ് ചോദിച്ചത്. എക്സ്പ്ലെയിൻ ചെയ്ത് അതിന്റെ ടൈപ്സ് ഒന്നും പറഞ്ഞിട്ടില്ല. ടൈപ്സ് ഒന്നും പറഞ്ഞു തന്നിട്ടില്ല. ജസ്റ്റ് ഇങ്ങനെ ഇതൊക്കെ ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞു തന്നിട്ടുള്ളൂ. ഇപ്പൊ ഇതുപോലെ പ്രോപ്പർ നൗൺ, കോമൺ നൗൺ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ എക്സ്പ്ലെയിൻ ചെയ്തില്ല അല്ലെ, ജസ്റ്റ് ഒന്ന് ഒരു വൺ വേർഡിലോ അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടാവും അല്ലെ, എന്താണെന്ന് മാത്രം അല്ലെ. അപ്പൊ നമ്മളിപ്പോ നോക്കുന്നത് അത് ക്ലിയർ ആയിട്ട് അല്ലെ, എക്സ്പ്ലെയിൻ ചെയ്താണ് പഠിക്കണേ കേട്ടോ. ഇപ്പോ സ്പീച്ചിൽ തന്നെ നൗൺ, പ്രോനൗൺ, വെർബ് ഇല്ലേ, അതിലെ ഒന്നാണ് നൗൺ. ആ നൗണിനാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കുന്നത്. ഇതുവരെ ക്ലിയർ അല്ലേ? മനസ്സിലായില്ല ഇപ്പോ? എന്തോ മനസ്സിലായി? അപ്പൊ നൗൺ എന്താണെന്ന് മനസ്സിലായി അല്ലെ? നൗണില് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നൗൺ എന്തൊക്കെയാണെന്ന് മനസ്സിലായി അല്ലെ? അപ്പൊ ആ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നൗൺ ആണ് ഇനി പഠിക്കുന്നത് അല്ലെ. ഓക്കെ, അതില് ഒന്നാണ് പ്രോപ്പർ നൗൺ. നൗണിൽ തന്നെ ഒരു ഫസ്റ്റത്തെ നൗൺ ആണ് പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. പ്രോപ്പർ നൗൺ എന്താണ്? നമുക്ക് പ്രോപ്പറായ ഒരാൾക്കോ ഒരു വ്യക്തിക്കോ ഒരു സ്ഥലത്തിനോ നമ്മളൊരു പേര് കൊടുക്കില്ലേ, അതിനെയാണ് നമ്മൾ പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. ഓക്കെ, പ്രോപ്പർ നൗൺ ഈസ് ദ നെയിം ഓഫ് എ പെർട്ടിക്കുലർ പേഴ്സൺ ഓർ പ്ലേസ്. ഓക്കെ, അത് ക്ലിയർ അല്ലേ? ഓക്കെ, കോമൺ നൗൺ എന്താണ്? കോമൺ നൗൺ കോമൺലി യൂസ് ചെയ്യുന്ന പേരാണ് അല്ലെ. ജസ്റ്റ് സിമ്പിൾ ആയിട്ട് നമുക്ക് അങ്ങനെ പറയാം. കോമൺലി യൂസ് ചെയ്യുന്ന നെയിമിനെയാണ് കോമൺ നൗൺ എന്ന് പറയുന്നത് പറയാം അല്ലെ. അതിന്റെ ഡെഫിനിഷൻ എന്താ നോക്കാം. കോമൺ നൗൺ ഈസ് ദ നെയിം. എല്ലാം മ്യൂട്ട് ചെയ്യണേ, ഞാൻ പറയുന്നത് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, okay. Common noun is the name given in common to every person, thing or animal. അതായത് ഇപ്പോ ഞാൻ പറഞ്ഞു നേരത്തെ നമുക്ക് എല്ലാവർക്കും ഓരോ നെയിംസ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് എല്ലാവരും ഒരു കോമൺ ആയിട്ട് നമുക്ക് പറയില്ലേ, ഗേൾ എന്ന് പറയാം അല്ലെ, ഗേൾ എന്ന് പറയും, വുമൺ എന്ന് പറയും. അതൊക്കെ കോമൺ നെയിം ആണ്. കാരണം ഇപ്പോ ആ പെൺകുട്ടി എന്ന് പറയുമ്പോ അത് കോമൺ ആണ്. പെൺകുട്ടി എന്ന് പറയുമ്പോൾ ആരും ആവും, എല്ലാവരും പെൺകുട്ടികളായ എല്ലാവരും പെൺകുട്ടിയിൽ പെടും അല്ലെ, അതൊരു കോമൺ നെയിം ആണ്. അതുപോലെ ബോയ് അല്ലെ, ആൺകുട്ടി
അതൊരു കോമൺ നെയിം ആണ്. കാരണം അവരൊരു പേരുണ്ടെങ്കിൽ അതൊരു പ്രോപ്പർ നൗൺ ആണ്. അല്ലേ? ഞാനൊരു പെൺകുട്ടിയാണെന്ന് പറയാം. അപ്പോ പെൺകുട്ടി എന്ന് പറയുമ്പോൾ പർട്ടിക്കുലർ നെയിം കൊടുക്കണ്ടേ? അങ്ങനെ നെയിം കൊടുക്കുന്ന ഒന്നാണ് പ്രോപ്പർ നൗൺ. അതായത് കോമൺലി യൂസ് ചെയ്യുന്ന പേരാണ് കോമൺ നൗൺ. ഓക്കെ, അപ്പൊ എക്സാമ്പിൾസ് ആണ് ഗേൾ. അതുപോലെ കൺട്രി. ഇപ്പൊ കൺട്രി എന്ന് പറഞ്ഞില്ല നേരത്തെ ഞാൻ. കൺട്രിയിൽ ഡിഫറെന്റ് കൺട്രീസ് ഉണ്ട് അല്ലെ? അതിലൊരു കൺട്രിയാണ് നമ്മുടെ ഇന്ത്യ. അപ്പൊ ഇന്ത്യക്ക് ഒരു പ്രോപ്പർ ആയിട്ട് നെയിം കൊടുത്തുകൊണ്ട് നമുക്കത് ഇന്ത്യ എന്ന് പറയാൻ പറ്റില്ല അല്ലെ? അല്ലെങ്കിൽ ഒരു കൺട്രി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവോ ഏത് കൺട്രിയാണ് നമ്മൾ ചോദിക്കും അല്ലെ? അപ്പോ ഇന്ത്യയുടെ ഒരു കോമൺ നെയിം ആണ് കൺട്രി എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ കൺട്രി ഒരു കോമൺ നൗൺ ആണ്. അതുപോലെ ഡോഗും അതുപോലെ കോമൺ ആണ്. കാരണം നമ്മുടെ വീട്ടിൽ ഡോഗ് ഉണ്ടെങ്കിൽ അതിന് പെറ്റി നമ്മൾ ഈ പേര് കൊടുക്കില്ലേ? അപ്പൊ അത് പ്രോപ്പർ നൗൺ. അല്ലാതെ നമ്മൾ ഒരു വഴിയിൽ കുറെ ഡോഗ്സിനെ കാണി നമ്മൾ ഡോഗ് എന്നല്ലേ പറയുള്ളൂ. കോമൺ യൂസ് ചെയ്യുന്ന പേരാണ് അല്ലെ? അപ്പൊ അത് കോമൺ നൗൺ ആണ്. ക്ലിയർ അല്ലേ? കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. മായ സ്പീക്സ് ഇംഗ്ലീഷ് വെൽ. ഇതില് മായ എന്താണ്? ജസ്റ്റ് ഒന്ന് എല്ലാവരും മെസ്സേജ് ചെയ്യോ. മായ എന്താണ്? പ്രോപ്പർ നൗൺ ആണോ കോമൺ നൗൺ ആണോ? പ്രോപ്പർ നൗൺ ആണ് അല്ലേ? കാരണം എന്താ? പർട്ടിക്കുലർ നെയിം ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പൊ മായ ഈസ് ദി പ്രോപ്പർ നൗൺ. ഇംഗ്ലീഷോ? ഇംഗ്ലീഷ് ഏത് നൗൺ ആയിട്ട് വരും? അപ്പോ പ്രോപ്പർ ആണോ കോമൺ ആണോ? കോമണോ? ഇംഗ്ലീഷ് കോമൺ ആണോ? ഉറപ്പാണ് എല്ലാവർക്കും? ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇംഗ്ലീഷ് എന്തുകൊണ്ടാണ് കോമൺ എന്ന് പറയാൻ കാരണം? ഓക്കെ, പ്രോപ്പർ ആണ്. കാരണം ഇംഗ്ലീഷിന്റെ കോമൺ നൗൺ എന്താ? ലാംഗ്വേജ് ആണ്. ഒരുപാട് ലാംഗ്വേജസ് നമുക്കുണ്ട് അല്ലെ? അപ്പൊ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ നൗൺ ആണ്. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. സച്ചിൻ ഈസ് മൈ ഫേവറേറ്റ് ക്രിക്കറ്റർ അല്ലെ? സച്ചിൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രോപ്പർ നൗൺ ആണ്. അതുപോലെ ക്രിക്കറ്റർ എന്ന് പറയുന്നത് കോമൺ നൗൺ ആണ് അല്ലെ? ക്രിക്കറ്റ് അത് കോമൺലി യൂസ് ചെയ്യുന്ന നെയിം ആണ് അല്ലെ? അപ്പൊ ക്രിക്കറ്റ് എന്ന് പറയുന്നത് കോമൺ നൗൺ. മൈ സൺ ഈസ് എ ഗുഡ് ഡോക്ടർ. മൈ സൺ ഈസ് എ ഡോക്ടർ. അപ്പൊ സൺ എന്ന് പറയുന്നത് പർട്ടിക്കുലർ നെയിം ഒന്നും ഇവിടെ യൂസ് ചെയ്തിട്ടില്ല. എന്റെ മകൻ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്റെ ഏത് മകൻ എന്നോ മകന്റെ പേരോ ഒന്നും ഇവിടെ യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് സൺ എന്ന് പറയുന്നത് കോമൺ നൗൺ ആണ്. നെക്സ്റ്റ് ഏതാ? ഡോക്ടർ ആണ്. ഡോക്ടറോ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെന്നോ അല്ലെങ്കിൽ ഏത് ആളുടെ പേരോ ഒന്നും ഇവിടെ യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇവിടെ കോമൺ നൗൺ ആണ്. ഡോക്ടർ എന്ന് പറയുന്നത് ഒരു കോമൺ നെയിം ആണ് അല്ലെ? അപ്പോ ഡോക്ടർ എന്ന് പറയുന്നത് കോമൺ നൗൺ ആണ്. അപ്പോ പ്രോപ്പർ നൗൺ കോമൺ നൗൺ എല്ലാവർക്കും ക്ലിയർ ആയോ? പറഞ്ഞോളൂ. ഡിസ്മിസ് ചെയ്യുമ്പോൾ എല്ലാവരും ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആണെന്ന് പറയാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ ക്ലിയർ ചെയ്ത് തരാം. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് നൗൺ ആണ് കോൺക്രീറ്റ് നൗൺ. അതായത് a concrete noun is something you can observe one of the five senses. അല്ലേ? നമ്മുടെ 5 സെൻസ് ഏതൊക്കെയാണ്? ടച്ച്, ഹിയർ, സ്മെൽ, സീ ആൻഡ് ടേസ്റ്റ് അല്ലേ? നമ്മുടെ 5 സെൻസ് ഉപയോഗിച്ച്, നമ്മുടെ 5 സെൻസ് ഉപയോഗിച്ചിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന നൗൺ ആണ് കോൺക്രീറ്റ് നൗൺ. അതായത് നമുക്ക് ചെയർ നമുക്ക് കാണാനും കേൾക്കാനും ഒക്കെ പറ്റുന്നുണ്ടല്ലേ? കേൾക്കാനല്ല, കാണാൻ പറ്റുന്നുണ്ടല്ലേ? നമുക്ക് നമ്മുടെ 5 സെൻസ് അതിൽ ഏതെങ്കിലും സെൻസ് ഉപയോഗിച്ച് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ കോൺക്രീറ്റ് നൗൺ ആണെന്ന് പറയാം. ഓക്കെ, അപ്പൊ ചെയർ, ബുക്ക്, പെൻ, ബിൽഡിംഗ് ഇതെല്ലാം കോൺക്രീറ്റ് നൗണിൽ പെടും. ഓക്കെ, നെക്സ്റ്റ് ആബ്സ്ട്രാക്ട് നൗൺ. ആബ്സ്ട്രാക്ട് നൗൺ കോൺക്രീറ്റിന് നേരെ ഓപ്പോസിറ്റ് ആണ്. കാരണം എന്താ? നമുക്ക് നമ്മുടെ 5 സെൻസ് ഉപയോഗിച്ച് ഒബ്സർവ് ചെയ്യാൻ പറ്റാത്തതാണ് ആബ്സ്ട്രാക്ട് നൗൺ. അതായത് ജസ്റ്റ് അതൊരു ഫീലിങ്സ് ആവാം. ഫീലിങ്സ് ഒന്നും നമുക്ക് കാണാനോ ഒന്നും പറ്റില്ല അല്ലെ? കേൾക്കാനോ തൊടാനോ ഒന്നും പറ്റില്ല. സ്മെൽ ചെയ്യാനോ ഒന്നും പറ്റില്ല. അത് ജസ്റ്റ് ക്യാൻ ബി ചിലപ്പോ ഫീലിങ്സ് ആവാം, അല്ലെങ്കിൽ ജസ്റ്റ് ഇമോഷൻസ് ആവാം. അതെല്ലാം നമുക്ക് ആബ്സ്ട്രാക്റ്റിൽ പെടുത്താം. ഓക്കെ, ആബ്സ്ട്രാക്റ്റിന്റെ എക്സാമ്പിൾസ് നോക്കാം. ഓണസ്റ്റ്ലി, ഹോപ്പ്, ചൈൽഡ്ഹുഡ്, ട്രൂത്ത്, ഫ്രീഡം, ഹാപ്പിനെസ് എക്സെട്ര. ഇതൊക്കെ എന്താ? ആബ്സ്ട്രാക്റ്റ് ആണ്. കാരണം എന്താ? കാണാനോ കേൾക്കാനോ ഒന്നും പറ്റില്ല അല്ലെ? അപ്പൊ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം അതിന്. ഐ വിഷ് യു പീസ് ആൻഡ് ഹാപ്പിനെസ്. എന്താ? ഇവിടെ പീസ് ആൻഡ് ഹാപ്പിനെസ് ആണ് ആബ്സ്ട്രാക്റ്റ് ആയിട്ട് വരുന്നത് അല്ലെ? വൺസ് മോർ ഏതാ പറയണ്ടേ? കോൺക്രീറ്റ്. കോൺക്രീറ്റ് എന്ന് പറയുന്നത് എന്താ? നമുക്ക് കാണാനും എല്ലാം പറ്റുന്ന, നമ്മുടെ 5 സെൻസ് ഉപയോഗിച്ചിട്ട് പറ്റുന്ന, ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന തിങ്സിനെ, എന്തായാലും തിങ്സിനെയോ നമുക്ക് എന്താ? കോൺക്രീറ്റ് ആണെന്ന് പറയാം അല്ലെ? ആബ്സ്ട്രാക്റ്റോ നമുക്ക് 5 സെൻസ് ഉപയോഗിച്ച് കാണാൻ ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല.
ജസ്റ്റ് ഫീലിങ്സ് ആണ്. ഓക്കെ, പിന്നെ നിങ്ങളുടെ മുന്നിൽ ബുക്ക്, ബുക്കിനൊക്കെ കാണാൻ പറ്റും, തൊടാനൊക്കെ പറ്റും അല്ലേ? അതൊരു കോൺക്രീറ്റ് ആണ്. കോൺക്രീറ്റിന്റെ മീനിങ് ഒന്ന് നോക്ക്. കോൺക്രീറ്റ്. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കി മാത്രം പഠിക്കുക, ബൈ ഹാർട്ട് ചെയ്യാണ്ട് മനസ്സിലാക്കി പഠിക്കുക. എന്താണ് കോൺക്രീറ്റ് നൗൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പറയാൻ പറ്റണം അല്ലെ? ചെയർ, ബുക്ക്, പേന, പിന്നെ നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്ന ഫോൺ അല്ലെ? ഇതെല്ലാം കോൺക്രീറ്റ് നൗൺ ആണ്. നമുക്ക് കാണാനൊക്കെ പറ്റുമല്ലോ, കാണാനും പറ്റും. ആബ്സ്ട്രാക്ട് നേരെ ഓപ്പോസിറ്റ് ആണ്. നമുക്ക് ഇതൊന്നും പറ്റില്ല, ജസ്റ്റ് ഫീൽ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ അല്ലെ? സങ്കടം, നമുക്ക് സാഡ്നെസ് ഒക്കെ ഫീലിങ്സ് ആണ്. നമുക്കത് കാണാൻ പറ്റുമോ? കരഞ്ഞാൽ അത് അറിയാൻ പറ്റും അല്ലെ? പക്ഷെ അത് ഫീലിങ്സ് വന്നത് കൊണ്ടാണ് നമുക്ക് അറിയണത് അല്ലെ? അതുപോലെ സന്തോഷം, സന്തോഷം വരുമ്പോൾ നമുക്ക് ചിരിക്കണ്ടേ? ചിരി നമുക്ക് കാണാൻ പറ്റും അല്ലെ? പക്ഷെ എന്താ സന്തോഷം കാണാൻ പറ്റുമോ? ഇല്ല, ജസ്റ്റ് ഫീലിങ്സ് ആണ് അല്ലെ? Jane is very curious about the result. എന്താ ക്യൂരിയസ്? ക്യൂരിയസ് എന്താ? ജസ്റ്റ് ഫീലിങ്സോ ഇമോഷൻസോ ഒക്കെ ആണെന്ന് പറയാം നമുക്ക്. അതൊക്കെയാണ് ആബ്സ്ട്രാക്റ്റിൽ വരുന്നത്. ഓക്കെ, ദ ഈഗോ ഈസ് ദ ബിഗ്ഗസ്റ്റ് എനിമി ഓഫ് സക്സസ്. ഈഗോ എന്ന് പറയുന്നതാണ് അവിടെ ആബ്സ്ട്രാക്റ്റ് ആയിട്ട് വരുന്നത്. ഏതാ? he is telling the truth to us. അതെന്താ? ട്രൂത്ത് ആണ് അല്ലെ? അവിടുത്തെ ട്രൂത്ത് ആണ് വരുന്നത് ആബ്സ്ട്രാക്റ്റ് ആയിട്ട്. നെക്സ്റ്റ് ഏതാ? ട്രൈ ടു കൺട്രോൾ യുവർ ഇമോഷൻസ്. അവിടെ ഇമോഷൻസ് ആണ് ആബ്സ്ട്രാക്ട്. ഓക്കെ, ആബ്സ്ട്രാക്റ്റും കോൺക്രീറ്റും ക്ലിയർ ആയോ? ക്ലിയർ ആയോ? മെസ്സേജ് ഓളൂ. ഓക്കെ, യെസ്. ഓക്കെ, നെക്സ്റ്റ് ഏതാ? നെക്സ്റ്റ് കളക്റ്റീവ് നൗൺ ആണ് അല്ലെ? കളക്റ്റീവ് നൗൺ ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്ട്, പേഴ്സൺ, തിങ്, അനിമൽ എക്സെട്ര. എന്താ? ഒരു ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്റ്റിനെയോ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനെയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് തിങ്സിനെയോ നമുക്ക് കളക്റ്റീവ് നൗൺ എന്ന് പറയാം. അതായത് ഒരു കൂട്ടമായി നിൽക്കുന്ന ഒരു കൂട്ടമായിട്ട് എന്ത് നിന്നാലും നമുക്ക് കളക്റ്റീവ് നൗൺ എന്ന് പറയാം. കളക്റ്റീവ് നൗണിൽ കുറച്ച് വേർഡ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ എന്താ? ഇപ്പൊ നമ്മുടെ ഫാമിലി തന്നെ എക്സാമ്പിൾ ആണ്. കളക്റ്റീവ് നൗൺ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഫാമിലി അല്ലെ? അതെന്താ? നമ്മുടെ ഒരു കൂട്ടം, നമ്മുടെ ഫാദർ, മദർ, സിസ്റ്റർ, ബ്രദർ, പിന്നെ അല്ലെ എല്ലാവരോട്ട് താമസിക്കുന്ന ഒരു ഇതല്ലേ, ഒരു കൂട്ടമല്ലേ? അപ്പൊ ഒറ്റ വാക്കിൽ നമുക്ക് ഫാമിലി എന്ന് പറയാം. നമുക്ക് ഫാമിലി എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവും അവിടെ അച്ഛനമ്മ എല്ലാവരും ഉണ്ടത് അല്ലെ? അങ്ങനത്തെ നൗണൊക്കെയാണ് കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ എക്സാമ്പിൾ ആണ് ഫാമിലി, ബിക്കോസ് ഓഫ് ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് അല്ലെ? അപ്പൊ ടീം എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് പ്ലേയേഴ്സ് ആണ് അല്ലെ? അപ്പൊ അതിനെയാണ് ടീം എന്ന് പറയുന്നത്. ബഞ്ച്, ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്ലവേഴ്സിന് പറയുന്നതാണ് ബഞ്ച് എന്ന് പറയുന്നത്. ഫ്ലോക്കോ ഗ്രൂപ്പ് ഓഫ് ഷീപ്പ് അല്ലെ? ഷീപ്പോ ബേർഡ്സോ അല്ലെ എന്തോ ആവാം, അതിന് നമ്മൾ ഫ്ലോക്ക് എന്ന് പറയും. ക്ലാസ്സോ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് അല്ലെ? ഒരു കൂട്ടം സ്റ്റുഡൻസ് ഉള്ള ഒരു ഇതിനെയാണ് നമ്മൾ ക്ലാസ് എന്ന് പറയുന്നത്. ഒറ്റ വാക്കിൽ പറയാം അല്ലെ? ക്ലാസ്. അപ്പൊ നമുക്ക് മനസ്സിലാവും അതെന്താ? കളക്റ്റീവ് നൗൺ ആണ്. എക്സാമ്പിൾസ്: ദിസ് ക്ലാസ് ഇസ് ഗോയിങ് ടു ദ അസംബ്ലി റൈറ്റ് നൗ. ഇവിടെ കളക്റ്റീവ് നൗൺ ഏതാ? ക്ലാസ് ആണ്. നെക്സ്റ്റ് ഏതാ? ഹി ബോട്ട് എ ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് ഫോർ ഹർ. ബഞ്ച് അല്ലെ? ബഞ്ച് ആണ് കളക്റ്റീവ് നൗൺ. The flock of birds flew in formation. Okay, flock ആണ് collective noun. Then ഏതാ? Material noun. Material noun is the name of matter or substance of which things are made. We can see and touch, which is used to making things. It can be either countable or uncountable. നമുക്കിത് കാണാനും തൊടാനൊക്കെ പറ്റും. ചിലത് കൗണ്ട് ചെയ്യാനും ചിലത് കൗണ്ട് ചെയ്യാനും പറ്റാത്തതുണ്ട് അല്ലേ? വിച്ച് ഈസ് യൂസ് ടു മേക്കിംഗ് തിങ്സ്. ഇതിലൂടെ നമുക്ക് മറ്റൊരു വസ്തുക്കൾ ഉണ്ടാക്കാനും പറ്റും. അങ്ങനത്തെ നൗൺ ആണ് മെറ്റീരിയൽ നൗൺ എന്ന് പറയുന്നത് അല്ലെ? എക്സാമ്പിൾ, കൗണ്ടബിളിന്റെ എക്സാമ്പിൾ നോക്കിയേ. പേപ്പർ, റോക്ക്, എഗ്. ഇതൊക്കെ നമുക്ക് എന്താ? കൗണ്ടബിൾ ആണെന്ന് പറയാം അല്ലേ? നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് ആണ് കൗണ്ടബിൾ. അതൊക്കെണ്ടാ? പേപ്പർ, റോക്ക്, എഗ്. ഇതൊക്കെ ഈ പേപ്പറും റോക്കും എഗ്ഗും എല്ലാം മെറ്റീരിയൽ നൗണിൽ പെടുന്നതാണ് കേട്ടോ. അതിൽ കൗണ്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് നൗൺസ് ആണ് ഇത്, കുറച്ച് വേർഡ്സ് ആണ് ഇത്. പേപ്പർ, റോക്ക്, എഗ് ഒക്കെ. ഓക്കെ, അപ്പൊ അൺകൗണ്ടബിൾ ചെയ്യണതാ? സാൻഡ്, വാട്ടർ, ഓയിൽ. ഇതൊക്കെ അൺകൗണ്ട് ആണ്, അൺകൗണ്ടബിൾ ആണ് അല്ലെ? നെക്സ്റ്റ് ഏതാ? മെറ്റീരിയൽ നൗൺ. ഇവിടെ കുറച്ച് മിസ്റ്റേക്സിന്റെ, പക്ഷെ അത് നിങ്ങൾക്ക് നോട്ട് തരുമ്പോ ഈ മിസ്റ്റേക്ക് കാണില്ല.
ഇത് സ്ക്രീനിൽ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഇവിടെ വേർഡ്സ് കൂട്ടം കൂടി നിൽക്കുക. ഇത് ഒരു ടേബിള് പോലെയാണേ. അതിനൊക്കെ നോട്ട്സ് തരുമ്പോൾ ക്ലിയറാവേ. ഇവിടെ എന്താ നോക്കിയേ, മെറ്റീരിയൽ നൗൺ ഫ്രം ദ നേച്ചർ എന്നാണ് കേട്ടോ. ഇവിടെ നെയിം അല്ല നേച്ചർ ആണ് മിസ്റ്റേക്ക് ഉണ്ട്, ക്ലിയർ ചെയ്തത്. മെറ്റീരിയൽ നൗൺ ഫ്രം ദ നേച്ചർ, അത് അതായത് നമുക്ക് നേച്ചറിൽ നിന്ന് കിട്ടുന്ന കുറച്ച് മെറ്റീരിയൽസ് ഉണ്ട്, അതുപോലെ തന്നെ അനിമൽസിൽ നിന്ന് കിട്ടുന്ന കുറച്ച് മെറ്റീരിയൽസ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്ന കുറച്ച് മെറ്റീരിയൽസ് ഉണ്ട്. അതുമല്ലാതെ ഇതൊക്കെ ഉപയോഗിച്ച് നമ്മൾ മാൻമേഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ട്. അതൊക്കെയാണ് മെറ്റീരിയൽസ് നൗൺ ഫ്രം ദ നേച്ചർ. നമുക്ക് എന്താ നേച്ചറിൽ നിന്ന് കിട്ടുന്ന മെറ്റീരിയൽസ് ഏതൊക്കെയാ? വാട്ടർ അല്ലെ, വെള്ളം നമുക്ക് നേച്ചറിൽ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതല്ലേ വെള്ളം. അതുപോലെ സാൻഡ്, ഗോൾഡ്, സിൽവർ, കോപ്പർ, ഇതൊന്നും നമ്മ മാൻമേഡോ ഒന്നും അല്ല അല്ലെ. റെയിൻ, റോക്ക്, അയൺ, ഇതൊന്നും മാൻമേഡേ അല്ല. ഇതൊക്കെ നമുക്ക് പ്രകൃതി തരുന്നതാണ് അല്ലെ. അതൊക്കെ ഒരു മെറ്റീരിയൽ ആണ്. then ഏതാ? അനിമൽസിൽ നിന്ന് കുറച്ച് മെറ്റീരിയൽസ് കിട്ടുന്നുണ്ട് അല്ലെ. അത് ഏതൊക്കെയാ? എഗ്, മീറ്റ്, ഹണി, മിൽക്ക്, സിൽക്ക്, ലെതർ, ഇതൊക്കെ നമുക്ക് അനിമൽസിൽ നിന്ന് കിട്ടുന്ന മെറ്റീരിയൽസ് ആണ് അല്ലെ. അതേപോലെ തന്നെ പ്ലാന്റ്, ചെടികളിൽ നിന്ന് നമുക്ക് മെറ്റീരിയൽസ് കിട്ടുന്നുണ്ട്. അതെടുക്കാം കോട്ടൺ, ഓയിൽ, ഗുഡ്, ജൂട്ട് അല്ലെ. ഇതൊക്കെ നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ് അല്ലെ. ഇപ്പൊ മാൻമേഡോ, നമ്മൾ ഈ കുറെ ഇപ്പോ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതോ മൃഗങ്ങളിൽ നിന്ന് കിട്ടുന്നതും ഒക്കെ വെച്ച് നമ്മൾ കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ടാക്കും അല്ലെ. ഒരുപാട് ക്ലോത്തിങ്സ് ഒക്കെ ഉണ്ടാക്കും അല്ലെ. അതൊക്കെ നമുക്ക് മാൻമേഡിൽ പെടുത്താം അല്ലെ. അപ്പൊ എന്തൊക്കെയാ? സിമെന്റ്, അതുപോലെ ഗീ, ബട്ടർ, ഇതൊക്കെ നമുക്ക് നമ്മൾ മാൻമേഡ് ആണ് അല്ലെ. ഇതെല്ലാം മെറ്റീരിയൽസ് ആണ് കേട്ടോ. ഏതിപ്പോ നേച്ചറിൽ നിന്ന് കിട്ടുന്നതായാലും അനിമലിൽ നിന്ന് കിട്ടുന്നതായാലും പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്നതായാലും മാൻമേഡ് ആയാലും ഇതൊക്കെ മെറ്റീരിയൽസ് ആണ്. നമുക്ക് തൊടാനും കാണാനൊക്കെ പറ്റും. ഓക്കെ, ഇതെല്ലാം മെറ്റീരിയൽസ് ആണ്. അപ്പോ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ദിസ് കോൺ ഈസ് മെയ്ഡ് ഓഫ് പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക് ആണ് ഇവിടെ മെറ്റീരിയൽ അല്ലെ. വാട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ ലൈഫ്. ഇവിടെ മെറ്റീരിയൽ ഏതാ? വാട്ടർ ആണല്ലേ. then ഏതാ? ഹി നീഡ്സ് എ ഷീറ്റ് ഓഫ് പേപ്പർ. പേപ്പർ എന്താ? മെറ്റീരിയൽ നൗൺ ആണല്ലേ. ഓക്കെ, അപ്പൊ മെറ്റീരിയൽ നൗണും പിന്നീട് കളക്റ്റീവ് നൗണും മനസ്സിലായോ എല്ലാവർക്കും? കളക്റ്റീവ് നൗൺ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് ആണ് അല്ലെ. ഒരു കൂട്ടം ഒബ്ജക്റ്റോ ഒക്കെയാണ് കളക്റ്റീവ് നൗൺ. മെറ്റീരിയൽ മനസ്സിലായില്ലേ? മെറ്റീരിയൽസ് ആയിട്ട് പറയാവുന്ന കുറച്ച് വേർഡ്സ് നമ്മൾ പറഞ്ഞു ഇവിടെ. അതൊക്കെ മെറ്റീരിയൽ നൗൺ ആണ്. ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, അപ്പോ നെക്സ്റ്റിലേക്ക് പോകാം. നെക്സ്റ്റ് ഏതാ? കൗണ്ടബിൾ നൗൺ. കൗണ്ടബിൾ നൗൺ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താ? എണ്ണാൻ പറ്റുന്ന എന്തും കൗണ്ടബിൾ നൗൺ ആണ് അല്ലെ. എക്സാമ്പിൾസ് നോക്കൂ. ദ നൗൺ വി ക്യാൻ കൗണ്ട്, ഇത്രയേ ഉള്ളൂ അല്ലെ. കൗണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തും കൗണ്ടബിൾ നൗൺ ആണ്. ചോക്ലേറ്റ്സ്, ബുക്ക്, പെൻ, ചെയർ അല്ലെ. നമുക്ക് എക്സാമ്പിൾസിന്റെ ആവശ്യമില്ലല്ലോ ശരിക്കും അല്ലെ. നമുക്കറിയാലോ എന്തൊക്കെയോ കൗണ്ട് ചെയ്യാൻ പറ്റുന്നത്, അതൊക്കെ കൗണ്ടബിൾ നൗൺസ് ആണ്. അതുപോലെ തന്നെ അൺകൗണ്ടബിൾ നൗൺ. അൺകൗണ്ടബിൾ നൗൺ എന്താ? കൗണ്ടബിൾ. എണ്ണാൻ പറ്റാത്ത എല്ലാനും അൺകൗണ്ടബിൾ നൗൺ ആണ്. എക്സാമ്പിൾ എന്താ? വാട്ടർ, ഓയിൽ, മിൽക്ക്, റൈസ് എക്സെട്ര അല്ലെ. ഇതൊക്കെ അൺകൗണ്ടബിൾ ആണ്. നെക്സ്റ്റ് എന്താ? കോമ്പൗണ്ട് നൗൺ. കോമ്പൗണ്ട് നൗൺ ഈസ് 2 or more words that comes together. രണ്ടോ അതിലധികമോ വേർഡ്സ് ഒന്നിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേർഡിനെയാണ് കോമ്പൗണ്ട് നൗൺ എന്ന് പറയുന്നത്. എക്സാമ്പിൾ കപ്പ് കേക്ക്. കപ്പ് ഒരു വേർഡാണ്, അതുപോലെ തന്നെ കേക്കും ഒരു വേർഡാണ്. അപ്പൊ എന്താ? രണ്ടും കൂടി വന്നപ്പോൾ എന്ത് പറ്റി? കപ്പ് കേക്ക് ആയി, ഒറ്റ വേർഡായല്ലേ. അപ്പൊ അങ്ങനെ വരുന്ന നൗൺ ആണ് എന്താ? കോമ്പൗണ്ട് നൗൺ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഏതാ? ടൂത്ത് പേസ്റ്റ് അല്ലെ. ടൂത്ത് പേസ്റ്റ് എന്താ? രണ്ട് വേർഡ്സ് ആണല്ലേ. ഒന്നിച്ചു വന്നപ്പോ ടൂത്ത് പേസ്റ്റ് ആയി. അതുപോലെ തന്നെ വാട്ടർഫോളും. ക്ലിയർ അല്ലേ? Next നോക്കാം. സിംഗുലർ നൗൺ. A noun that denotes one person or a thing is singular in numbers അല്ലെ. ഒറ്റ ആൾക്കാരുണ്ടെങ്കിൽ ഒരാൾക്കാരൊക്കെ ഉള്ളെങ്കിൽ എന്തോ ആവാം, പേഴ്സൺസ് ആവാം, തിങ്സ് ആവാം, എന്തോ ആവാം. ഒരാളാണെന്നുള്ളെങ്കിൽ സിംഗുലർ ആണ്. പറയേണ്ട ആവശ്യമില്ലല്ലോ, അറിയാലോ എല്ലാവർക്കും അല്ലെ. ബോയ്, ഗേൾ, കൗ, പെൻ എക്സെട്ര അതൊക്കെ സിംഗുലർ ആണ്. കോമ്പൗണ്ട് ആണോ? രണ്ടോ അതിൽ കൂടുതലോ വാക്കുകൾ ഒന്നിച്ചു ചേരുമ്പോൾ ഉണ്ടാകുന്ന വേർഡാണ് കോമ്പൗണ്ട് നൗൺ.
എക്സാമ്പിൾസ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കപ്പ് ഒരു വാക്കാണ്, കേക്ക് ഒരു വാക്കാണ് അല്ലെ? അപ്പൊ കപ്പ് കേക്ക് ആയി. അതുപോലെ തന്നെ ടൂത്ത് പേസ്റ്റ്, ടൂത്ത് ഒരു വാക്കാണ്, പേസ്റ്റ് ഒരു വാക്കാണ്. അപ്പൊ ടൂത്ത് പേസ്റ്റ് ആയി. ഇതുപോലത്തെ വാക്കുകൾ എന്ന് പറഞ്ഞേ, എക്സാമ്പിൾസ് ആരെങ്കിലും പറഞ്ഞേ മെസ്സേജ് ഇതേപോലത്തെ വാക്കുകൾ. ബ്രേക്ക്ഫാസ്റ്റ്. നെക്സ്റ്റ് പറയൂ, കുറച്ച് സെന്റൻസുകളോട് പറ. ഗ്രീൻ ടീ. യെസ്. നെക്സ്റ്റ് salad. Good afternoon. Wow. Happy birthday. Peanut butter. Peanut butter. എന്താണ് black coffee? Yeah. അപ്പൊ രണ്ടും ക്ലിയർ ആണല്ലോ. ജസ്റ്റ് ഇത്രേ ഉള്ളൂ അല്ലെ? സിമ്പിൾ ആണ്. ഏതാ സിംഗിൾ അനൗൺ മനസ്സിലായല്ലോ. ഒരാളെ ഒക്കെ പറയുന്നതാണ്. വൺ പേഴ്സൺ ആവാം, സിംഗിൾ ആവാം, എന്തും ഒരെണ്ണം ഉണ്ടെങ്കിൽ സിംഗിൾ ആണ്. പ്ലൂറലോ? A noun that denotes more than one person or thing is plural in numbers. അല്ലെ? അങ്ങനെ കൂടുതൽ ആൾക്കാരെ ഉണ്ടെങ്കിൽ ആൾക്കാരോ തിങ്സ് എന്താവാം അല്ലെ? പ്ലൂറൽ ആണ്. ബോയ്സ്, ഗേൾസ്, cows, books, pens അല്ലെ? ഇതൊക്കെ പ്ലൂറൽ ആണ് അല്ലെ? ക്ലിയർ? നമ്മുടെ നൗൺ കഴിഞ്ഞു. ക്ലിയർ ആണോ? ഇനി എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പൊ പ്ലൂറലിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് നോട്ട്സ് വേണോ? താല്പര്യമുണ്ടോ? എന്താണ് പ്ലൂറൽ എങ്ങനെയൊക്കെയാ വരുന്നത് അതൊക്കെ അറിയണോ? നോട്ട് വേണോ? പറഞ്ഞു തരണോ എന്ന് പറയോ? അല്ലെങ്കിൽ നെക്സ്റ്റ് ടോപ്പിലേക്ക് പോണോ? എന്താ വേണ്ടേ? പ്ലൂറൽ വേണം. ഓക്കെ. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം എല്ലാവരും. ഞാൻ നോട്ട്സ് കാണിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ.
ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാന്നാല്. സ്ക്രീനിൽ കാണുന്നുണ്ടോ? ഓക്കെ, കാണുന്നില്ല ആരും? ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. പ്ലൂരൽ അല്ലേ? പ്ലൂരൽ എന്താ പറഞ്ഞല്ലോ അല്ലെ? രണ്ടോ ഒന്നോ അല്ലോ, രണ്ടോ ഇതിൽ കൂടുതൽ ആൾക്കാരോ അല്ലെങ്കിൽ തിങ്സോ ഒക്കെ ഉള്ളതാണ് പ്ലൂരൽ എന്ന് പറയാം അല്ലെ? അത് നമുക്കിപ്പോ എന്താ മലയാളത്തിലാണെങ്കിൽ ഒരു ആൺകുട്ടി അല്ലെങ്കിൽ ഒരു കുട്ടി എന്നൊക്കെ പറയുന്നൊക്കെ ബഹുവചനം ആക്കണമെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യാം? കുട്ടികൾ എന്ന് പറയും അല്ലെ? അല്ലെ, കുട്ടികൾ. സ്ക്രീൻ ശരിയാവേ, കേൾക്കുമല്ലോ ഫസ്റ്റ്. അപ്പൊ എന്താ മലയാളത്തിലാണെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യാം? കുട്ടി എന്ന് പറയുമ്പോ കുട്ടി എന്ന് പറയുന്നത് എന്താ? സിംഗുലർ ഫോം ആണ് അല്ലെ? സിംഗുലർ ആണ്. അത് പ്ലൂറൽ ആക്കണമെങ്കിൽ നമ്മൾ മലയാളത്തിൽ കള്ള് ഉപയോഗിക്കും അല്ലെ? കള്ള് എന്ന് പറയുമ്പോ കുട്ടികൾ അല്ലെ? സിമ്പിൾ ആണ് അല്ലെ? മലയാളത്തിൽ നമുക്ക് ഒരു സിംഗുലർ ഒരു സിംഗുലർ നൗണിലേക്ക് പ്ലൂറൽ ആക്കാനായിട്ട് നമുക്ക് കള്ള് യൂസ് ചെയ്താല് പെട്ടെന്ന് പ്ലൂറൽ ആവും അല്ലെ? അതേപോലെ തന്നെ ഇംഗ്ലീഷിലും എന്താ, ഇംഗ്ലീഷിൽ എന്താ ഒരു 70% വേർഡ്സിലേക്ക് നമുക്ക് എസ് ആഡ് ചെയ്താൽ എന്താ? എസ് ആഡ് ചെയ്താൽ എന്താ? പ്ലൂറൽ കിട്ടും അല്ലെ? പക്ഷെ കുറച്ച് വേർഡ്സ് ഉണ്ട് അല്ലെ എസ് അങ്ങനൊന്നും ആഡ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് വേർഡ്സ് ഉണ്ട്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ഇപ്പൊ എന്താ ഗേൾ അല്ലെ? ഇപ്പൊ സ്ക്രീൻ ക്ലിയർ അല്ലേ? കാണാൻ പറ്റുന്നില്ലേ സ്ക്രീൻ എല്ലാവർക്കും? ക്ലിയർ ആണോ സ്ക്രീൻ? ക്ലിയർ അല്ല, ക്ലിയർ അല്ലേ? സൂം ആക്കണോ? ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ, ശരി. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണേ, നിങ്ങളൊന്ന് സൂം ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ എന്താ ഗേൾ? ഗേളില് പ്ലൂറൽ എന്താ? ഗേൾസ് അല്ലേ? സ്റ്റുഡന്റോ? സ്റ്റുഡൻസ് ആണ്. കാരണം എന്താ? എസ് ആഡ് ചെയ്തിട്ടുണ്ട് അല്ലെ? ഗേളിന്റെ കൂടെ എസ് ആഡ് ചെയ്തപ്പോൾ എന്താ? ഗേൾസ് ആയി അല്ലെ? ഗേളിന്റെ കൂടെ എസ് ആഡ് ചെയ്യുമ്പോൾ എന്താ? ഇതിലേക്ക് പ്ലൂറൽ ഫോം കിട്ടും അല്ലെ? ഗേൾ ഗേൾസ്, സ്റ്റുഡന്റ് സ്റ്റുഡൻസ്, ട്രീ ട്രീസ്, കൗ കൗസ് അല്ലെ? ഇതൊക്കെ എസ് ആഡ് ചെയ്തപ്പോൾ ഇതിന്റെ പ്ലൂറൽ ഫോം കിട്ടി. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ഏതാ? എസ് ഒ ഇസഡ് അതല്ല, എസ് എസ് അല്ലെങ്കിൽ ഇസഡ് എക്സ് സി എച്ച് ആൻഡ് എസ് എച്ച്. ഇതൊക്കെ ഒരു വേർഡ്സിൽ എന്തെങ്കിലും ലെറ്റേഴ്സ് ആയി വന്നാല് അതിന് കൂടെ എന്ത് ചെയ്യണം? ഇ എസ് ആഡ് ചെയ്യണം. ഓക്കെ, എസ് ഓ എസ് ഒ അല്ലെങ്കിൽ ഇസഡോ എക്സോ സി എച്ച് ഒ ആൻഡ് എസ് എച്ച് ഒ അതിലേക്ക് അവസാനിക്കുന്ന കുറച്ച് വേർഡ്സ് ഉണ്ട് അല്ലേ? അതിന്റെ എൻഡിങ് ലെറ്റർ എസ് ഈ ലെറ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ അതിന്റെ കൂടെ എന്താ? ഇ എസ് ആഡ് ചെയ്താലേ അതിന്റെ പ്ലൂറൽ കിട്ടുള്ളൂ അല്ലെ? അങ്ങനത്തെ കുറച്ച് വേർഡ്സ് ആണ്. ബസ് ബസ്സസ് എന്താ? ഇ എസ് ചേർത്തു അല്ലെ? കാരണം എന്താ? എസിൽ അവസാനിക്കുന്നത് കൊണ്ട് ഇവിടെ ഇ എസ് ആഡ് ചെയ്തപ്പോൾ എന്താ? ബസിന്റെ പ്ലൂറൽ ഫോം കിട്ടി, ബസ്സസ് അല്ലെ? ബോക്സ് എന്താ? ബോക്സസ്, ടാക്സ് ടാക്സസ്, ചർച്ച് ചർച്ചസ്, ഡിഷ് ഡിഷസ്. ഇവിടെയൊക്കെ എന്താ അവസാനിക്കുന്നത്? എസ് എക്സില് സി എച്ചില് എസ് എച്ചില് അല്ലേ? കിസ് ഇസഡിൽ അവസാനിക്കുന്നു. അപ്പൊ എന്താ? കിസസ് വരും, കാരണം ഇ എസ് ആഡ് ചെയ്യണം. ഓക്കെ, അങ്ങനത്തെ കുറച്ച് വേർഡ്സ് ആണ്. ലഞ്ച് ലഞ്ചസ്, ക്ലാസ് ക്ലാസസ്, ഗ്ലാസ് ഗ്ലാസസ്, വാച്ച് watches, box boxes, bench benches, branch branches, switch switches. ഓക്കെ, മനസ്സിലായില്ലേ? ഇ എസ് എങ്ങനെയാ ആഡ് ചെയ്യേണ്ടത്? നെക്സ്റ്റ് എന്താ? ബേബി അല്ലെ? നമുക്ക് ബേബിനെയൊക്കെ നമ്മൾ എന്താ പ്ലൂറൽ എങ്ങനെയാക്കാം? ബേബി ഐ എസ് ചേർക്കും
അല്ലെ? ബേബീസ് എന്നല്ലേ പറയാം. അല്ലാണ്ട് അതിന്റെ ബിഎസോ ബേബീസോ ചേർത്ത് അതിന്റെ പ്ലൂരൽ കിട്ടുമോ? ഇല്ല അല്ലെ? ബേബി, ബേബീസ്. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നേ? കോൺസണന്റ്, കോൺസണന്റ് സൗണ്ടിന്റെ കൂടെ വൈ വന്നാൽ എന്താ? അവിടെ വൈ മാറ്റിയിട്ട് IES ചേർക്കണം. കോൺസണന്റ് സൗണ്ട് ഒക്കെ എന്തൊക്കെയാ? നമ്മുടെ വ്യഞ്ജനാക്ഷരങ്ങൾ ABCD അല്ലെ? ഇതൊക്കെയാണ് കോൺസണന്റ് സൗണ്ട്സ്. വവൽസോ AIOU അല്ലെ? അതൊക്കെയാണ് വവൽസ്. അപ്പൊ കോൺസണന്റ് സൗണ്ടിന്റെ കൂടെ വൈ വരുമ്പോൾ അവിടെ വൈ മാറ്റിയിട്ട് IES ചേർത്താല് അതിന് പ്ലൂരൽ ഫോം കിട്ടും. ബേബി എവിടെ എന്താ? വൈക്ക് മുന്നേ കോൺസണന്റ് സൗണ്ട് ആണല്ലേ? അപ്പൊ എന്താ? ബേബീസ് ആക്കണമെങ്കിൽ എന്താ? വൈ മാറ്റിയിട്ട് IES ആഡ് ചെയ്യണം. ബേബി, ബേബീസ്. പപ്പി, പപ്പീസ് അല്ലെ? ആക്ടിവിറ്റി, ആക്ടിവിറ്റീസ്. എനിമി, എനിമീസ്. ലേഡി, ലേഡീസ്. ആർമി, ആർമീസ്. berry, berries. City, cities. Copy, copies. Country, countries. Party, parties. Fairy, fairies. Okay, clear alle? Next നോക്കാം. Next ഏതാ? boy. ബോയുടെ കൂടെ എന്താ? എസ് ആണ് ആഡ് ചെയ്യേണ്ടത് അല്ലേ? എന്തുകൊണ്ടാണെന്നറിയോ? ബബിൾസിന്റെ കൂടെ വൈ വന്നാൽ അവിടെ എന്താ? എസ് ആക്കണം അല്ലേ? എസ് ആഡ് ചെയ്യണം. ബോയ്, വൈക്ക് മുന്നിൽ എന്താ? ബബിൾസ് ആണ് അല്ലേ? ഓയാണ്. അപ്പൊ എന്താ? എസ് ആഡ് ചെയ്യണം. ഇതൊക്കെ റൂൾസ് ആണ്. എസ് ആഡ് ചെയ്യണം അല്ലേ? ടോയ്, ടോയ്സ്. കീ, കീസ്. monkeys, monkeys. donkey, donkeys അല്ലേ? day, days. way, ways. guy, guys അല്ലേ? ഇതൊക്കെ എന്താ? വൈക്ക് മുന്നിൽ എന്താ? ബബിൾസ് ആണല്ലേ? നെക്സ്റ്റ് എന്താ? എഫിലോ അവസാനിക്കുന്ന കുറച്ച് വേർഡ്സ് ഉണ്ട് അല്ലെ നമുക്ക് അല്ലെ? അങ്ങനെ അവസാനിക്കുന്ന വേർഡ്സിന്റെ കൂടെ എന്താ? ഈ എഫ്, എഫ് ഇ എല്ലാം എടുത്ത് മാറ്റിയിട്ട് VES ആഡ് ചെയ്യണം. എക്സാമ്പിൾ നോക്കിയേ. വൈഫ്, വൈഫിന് നമ്മ കൂടുതലാക്കാൻ എന്താ? VS ആഡ് ചെയ്യാം. അപ്പൊ FE എവിടുന്ന് മാറ്റിയിട്ട് VS ആഡ് ചെയ്യണം അല്ലെ? വൈഫ്, വൈഫ്സ്. അതുപോലെ തന്നെയാണ് നൈഫ് അല്ലെ? നൈഫ്സ്. ലീഫ്, ലീവ്സ്. ലൈഫ്, ലൈഫ്സ്. cow, cows. thief, thieves. shelf, shelves. ക്ലിയർ ആണോ എല്ലാവർക്കും? മനസ്സിലായില്ലേ? ഇതിന്റെ നോട്ട് ഇതാണ് ഈ നോട്ട്. ഇപ്പൊ ഞാൻ ഈ കാണിക്കുന്ന സ്ക്രീനിൽ കാണിക്കുന്ന എല്ലാ നോട്ട്സും ഇല്ലേ, അതെല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്തോ കേട്ടോ. ഇതാണ് നമ്മുടെ നോട്ട്സ്. ഓക്കെ, ഈ നോട്ട്സ് എല്ലാം ക്ലിയർ അല്ലേ? മനസ്സിലാവുന്നില്ലേ? നോട്ട്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ, അപ്പൊ ഈ നോട്ട്സ് എല്ലാം നിങ്ങൾക്ക് തരും. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ എഫിലും എഫിയിലും അവസാനിക്കുന്ന വേർഡ്സിന്റെ അവിടെ എഫും എഫിയും മാറ്റിയിട്ട് VS ആഡ് ചെയ്യണമെന്ന്. അതേപോലെ ഒരു മാറ്റവും ഇല്ലാതെ കുറച്ചുണ്ട് എന്ന് വെച്ചാൽ എക്സെപ്ഷൻസ്. ഇപ്പൊ ഈ റൂഫിന്റെ കൂടെ എങ്ങനെ VS ആഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. റൂഫ്സ് തന്നെയാണ്. ബിലീഫ്സ് തന്നെയാണ്. എക്സെപ്ഷൻസ് പറഞ്ഞാൽ ഇപ്പൊ ഒഴിവാക്കലാണ്. കുറച്ച് വേർഡ്സിലേക്ക് ഒഴിവാക്കി നിർത്തിയിട്ടുണ്ട്. അതിൽ യാതൊരുവിധ മാറ്റങ്ങളും നമുക്ക് വരുത്താനോ ഒന്നും പറ്റില്ല. കാരണം ഇതെല്ലാം അങ്ങനെ തന്നെയാണ്. റൂഫ്സ് ആണ്. കാരണം എന്തുകൊണ്ടൊന്നും ഇല്ല, കാരണം എക്സെപ്ഷൻസ് ആണ്. ഇംഗ്ലീഷിൽ അങ്ങനെ കുറച്ച് എക്സെപ്ഷൻസ് വേർഡ്സ് ഉണ്ട്. കാരണം ഒഴിവാക്കപ്പെട്ട കുറച്ച് വേർഡ്സ് ഉണ്ട്. അതിനൊക്കെയാണ് എക്സെപ്ഷൻസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള വേർഡ്സ് ആണ് ഇത് അല്ലെ? റൂഫ്സ്, ബിലീഫ്സ്. എന്തുകൊണ്ടാണ് എസ് അവിടെ ആഡ് ചെയ്തതെന്ന് പറയാൻ പറ്റില്ല, കാരണം ഇങ്ങനത്തെ വേർഡ്സ് ആണിത്. ഓക്കെ, ഷെഫ്സ്. ഇപ്പൊ നമ്മൾ ഇവിടെയൊക്കെ പഠിച്ചപ്പോ പറയായിരുന്നു എന്തുകൊണ്ടാണ് ഇവിടെ എസ് ആഡ് ചെയ്തേ. കാരണം എന്താ? വൈക്ക് മുന്നിൽ മൊബൈലുണ്ട്. അതുപോലെ ഇവിടെ എല്ലാവരും വൈക്ക് മുന്നിൽ കോൺസെൻട്രേറ്റ് ആയതുകൊണ്ട് IES ആഡ് ചെയ്തത്. അങ്ങനെ ഇതെല്ലാം നമുക്ക് പറയാം. പക്ഷെ എക്സെപ്ഷൻസിൽ അങ്ങനത്തെ റീസൺസ് ഒന്നുമില്ല, കാരണം അത് ഓൾറെഡി അങ്ങനത്തെ വേർഡ്സ് ആണ്. ഓക്കെ, അതുപോലത്തെ വേർഡ്സ് നോക്കി. റൂഫ്സ്, ബിലീഫ്സ്. ഷെഫ്സ്, ക്ലിഫ്സ്. ഹാൻഡർചീഫ്, ഹാൻഡർചീഫ്സ്. റൂഫ്സ്. സ്റ്റാഫ്സ്.
ഇതൊക്കെ എക്സെപ്ഷൻസ് ആണ്. അതൊക്കെ പഠിക്കണം കേട്ടോ. ഇതൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കണം നിങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. കോൺസണൻസിന്റെ ഒപ്പം ഓ വന്നാൽ അവിടെ ഇഎസ് ആഡ് ചെയ്യണം. വന്നാല് അതിന്റെ പ്ലൂറൽ ഫോം കിട്ടുള്ളൂ. മാംഗോ അല്ലെ, അവിടെ എന്താ ഓയാണ്. ഓയ്ക്ക് മുന്നേ എന്താ വന്നേ? കോൺസണന്റ് സൗണ്ട് ആണല്ലേ. അപ്പൊ മാംഗോന്റെ കൂടെ എന്താ? മാംഗോസ്. ഇഎസ് ആഡ് ചെയ്യണം. പൊട്ടറ്റോ, പൊട്ടറ്റോസ്. ടൊമാറ്റോ, ടൊമാറ്റോസ്. ഹീറോ, ഹീറോസ്. അതേപോലെ ഇപ്പൊ നേരത്തെ പറഞ്ഞ എക്സെപ്ഷൻസ് പറഞ്ഞില്ലേ, അതേപോലെ ഇവിടെയും കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. എന്തൊക്കെയാ? പിയാനോ അല്ലെ, പിയാനോ, പിയാനോസ്. ഫോട്ടോ, ഫോട്ടോസ്. ലോഗോ, ലോഗോസ്. മൊമെന്റോ, മൊമെന്റോസ്. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ്, ആൻഡ് വിത്ത് ബബിൾ പ്ലസ് ഓ എന്ന് വെച്ചാൽ എന്താ? ഓയിൽ അവസാനിക്കുന്ന വേർഡിന്റെ കൂടെ ഓ വന്നാൽ, ബബിൾസിൽ അവസാനിക്കുന്ന വേർഡിന്റെ കൂടെ ഓ വന്നാൽ എന്താ? ആഡ് എസ് അല്ലെ, എസ് ആഡ് ചെയ്യണം. ഓ സൂ അല്ലെ, ഇവിടെ എന്താ? ബബിൾസ് ആണല്ലേ. റേഡിയോ, ഓയ്ക്ക് മുന്നിൽ എന്താ? ബബിൾ ആണ് അല്ലെ. അപ്പൊ എന്താ? എസ് ആഡ് ചെയ്യണം. അപ്പൊ സൂ, സൂസ് അല്ലെ. റേഡിയോ, റേഡിയോസ്. വീഡിയോ, വീഡിയോസ്. സ്റ്റിരിയോ, സ്റ്റിരിയോസ്. കാങ്കരു, കാങ്കരൂസ്. ഓക്കെ, ബബിളിന്റെ കൂടെ ഓ വന്നാൽ എസ് ആഡ് ചെയ്താല് അതിന് പ്ലൂറൽ കിട്ടും. നെക്സ്റ്റ്, ഇപ്പൊ നമ്മള് കുറച്ച് ആഡ് ചെയ്യാൻ പറഞ്ഞില്ലേ? ഇപ്പൊ ഇഎസ് ആഡ് ചെയ്താൽ ഇത് കിട്ടും, ഐഎസ് ആഡ് ചെയ്താൽ അതിന്റെ പ്ലൂറൽ കിട്ടും എന്നൊക്കെ പറഞ്ഞില്ലേ? അതേപോലെ ടോട്ടലി ഡിഫറെന്റ് ആയ കുറച്ച് പ്ലൂറൽസ് ഉണ്ട് അല്ലേ? ഇപ്പൊ വുമൺ, വുമണിന്റെ പ്ലൂറൽ ഏതാ? വുമണിന്റെ പ്ലൂറൽ ഏതാ? WOMN. വുമൺ. വുമൺ എന്ന് പറയുന്നത് സ്ത്രീ എന്നാണ്. അതിന്റെ പ്ലൂറൽ വിമൻ അല്ലെ. നമുക്കിവിടെ ISO ESO ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെ. ടോട്ടലി ഡിഫറെന്റ് ആണ് അല്ലെ പ്ലൂറല് ആ വേർഡിന്റെ. അങ്ങനത്തെ വേർഡ് നോക്കാം അല്ലെ. വുമൺ, വിമൻ. മെൻ, മെൻ. ചൈൽഡ്, ചിൽഡ്രൻ അല്ലെ. ചിൽഡ്രൻ, ചില ആൾക്കാർ ചിൽഡ്രൻസ് എന്ന് പറയും. ശ്രദ്ധിച്ചിട്ടുണ്ട്? ചിൽഡ്രൻസ് എന്ന് പറയില്ല നമ്മ. മിസ്റ്റേക്ക് ആണ്. കാരണം എസ് ഓൾറെഡി ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാ? ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി അത് പ്ലൂറൽ ഫോം ആണ്. പിന്നെ അതിന്റെ കൂടെ എസ് ആഡ് ചെയ്താൽ എന്താ? അത് മിസ്റ്റേക്ക് ആണ്. അപ്പൊ എന്താ? ചിൽഡ്രൻ മാത്രമേ ഉപയോഗിക്കാൻ പാടില്ല. ചിൽഡ്രൻസ് ഒന്നും യൂസ് ചെയ്യില്ല. ഓക്കെ. പേഴ്സൺ, പേഴ്സൺ പ്ലൂറൽ എന്താ? പീപ്പിൾ. പീപ്പിൾസ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഓൾറെഡി അത് പ്ലൂറലാണ്. പീപ്പിൾ പ്ലൂറലാണ്. അതുകൊണ്ട് പീപ്പിൾ തന്നെ യൂസ് ചെയ്യാം. ടീത്ത്, ടൂത്ത്, ടീത്ത് ആണ്. ഫുട്ട്, ഫീറ്റ് ആണ് അല്ലെ. മൗസ്, മൈസ്. ഓക്സ്, ഓക്സാൻ. ഗൂസ്, ഗീസ്. അങ്ങനെ കുറച്ച് വേർഡ്സ് ഉണ്ട് അല്ലെ. അതൊക്കെ നമുക്ക് അറിഞ്ഞു വെക്കണം കേട്ടോ. എല്ലാം അറിഞ്ഞു വെക്കാം. നെക്സ്റ്റ് എന്താ? ഒരു ചേഞ്ച് ഇല്ലാത്ത കുറച്ച് പ്ലൂറൽസ് ഉണ്ട് അല്ലെ. യാതൊരുവിധ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല അല്ലെ. അല്ലെ. അപ്പൊ എന്താ? ഷീപ്പ്, ഷീപ്പ് അല്ലെ. ഡീർ, ഡീർ. ഫിഷ്, ഫിഷ്. സീരീസ്, സീരീസ്. സ്പീഷ്യസ്, സ്പീഷ്യസ് അല്ലെ. അവിടെ എന്താ? ഒരു ചേഞ്ച് ഇല്ല അല്ലെ. സെയിം വേർഡ്സ് ആണ്. അങ്ങനത്തെ കുറച്ച് വേർഡ്സ് നമ്മുടെ പ്ലൂറൽ ഫോമില് ഉണ്ട്. ഓക്കെ, പ്ലൂറൽ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പൊ നമ്മുടെ ഇപ്പോ നൗൺ കഴിഞ്ഞു. നൗൺ എല്ലാവർക്കും മനസ്സിലായോ? എല്ലാവരും സംസാരിച്ചോളൂ. കുറച്ച് സമയമേ നമുക്കത് ഇന്ററാക്ട് ചെയ്യാം. നൗൺസ് എല്ലാം ക്ലിയർ ആയില്ല എല്ലാവർക്കും? ഇപ്പൊ പാർട്സ് ഓഫ് സ്പീച്ചില് നൗൺ എന്ന ടോപ്പിക് കഴിഞ്ഞു. ക്ലിയർ അല്ലേ? നോട്ട്സ് എല്ലാം ക്ലിയർ അല്ലേ? മനസ്സിലാവുന്നില്ല? ഞാൻ മനസ്സിലായി. ഓക്കെ, ഓക്കെ. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ പ്രോണൗൺ തുടങ്ങാം അല്ലെ. ഓരോന്ന് കണ്ടിന്യൂ ചെയ്ത് പോവാം.
pronoun തുടങ്ങും. മാം ജെറൂൺ നൗൺ ഇതിന്റെ കൂടെ ഉള്ളതല്ലേ? എന്തോ ജെറൂൺ നൗൺ ഇതിന്റെ കൂടെ ഉള്ളതല്ലേ? ക്ലിയർ ആയില്ല. എന്താ ഇതിനാണ് ഇനിയുള്ള എല്ലാ ക്ലാസ്സും ഞാനായിരിക്കും കേട്ടോ. ഇംഗ്ലീഷ് ഞാനാണ് എടുക്കാം. ഗിരുണ്ടൗൺ ഈ നൗൺ അല്ലാട്ടോ. അത് ഗിരുണ്ടൗൺ ഈ നൗൺ അല്ലേ? ഇപ്പൊ പറഞ്ഞ എല്ലാം ഇപ്പൊ ഓൾറെഡി ഇപ്പൊ ഞാൻ അല്ല പറഞ്ഞു. നൗണിന്റെ ടൈപ്പില് വരുന്നതാണോ അത്? എന്താണ് നൗണിന്റെ ടൈപ്സ് ഇല്ലേ ഇപ്പൊ പറഞ്ഞത് അതില് വരുന്നതല്ലേ? ഗിരുണ്ടൗണോ? അല്ല അല്ല അല്ല. ഇനിയിപ്പോ നൗൺസ് വരുന്നുണ്ട്, പ്രോണൗണിലൊക്കെ ഉണ്ട്. അത് പ്രോണൗണിലാ വരാം. ഓക്കെ, കൺഫ്യൂഷൻ ആക്കാതെ പഠിക്കുകയും. ഇപ്പൊ ഞാൻ എടുത്തത് കുറച്ച് ക്ലിയർ അല്ലേ? നമുക്കപ്പോ അടുത്ത ക്ലാസ്സിൽ പ്രോണൗൺ വെച്ച് പോവാല്ലേ? എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക്? വേറെ ഡൗട്ടോ കാര്യങ്ങളോ നിങ്ങൾക്ക് പറയും. കാരണം നമുക്കിനി പ്രോണൗൺ തുടങ്ങിക്കഴിഞ്ഞാലേ കഴിയില്ല, പിന്നെയും കണ്ടിന്യൂഷൻ വരും. അപ്പൊ നമുക്കത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അതാണ് കുറച്ചുകൂടെ നല്ലത്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കിയാലോ? എന്നാലേ ടൈം ഉണ്ടല്ലോ, കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. കുറച്ച് ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ടോ? സ്ക്രീനിൽ കാണുന്നുണ്ടോ? ക്വസ്റ്റ്യൻ കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? ഇല്ല മാം. സ്ക്രീൻ കാണുന്നില്ല. ഓക്കെ ഓക്കെ. മാമിന്റെ പേരെന്താന്ന് പറയുമോ? എന്റെ പേര് അശ്വതി. ഇപ്പൊ കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. കാണാം. കാണാം. ഓക്കെ, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പൊ നമ്മൾ പഠിച്ച നൗൺസിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ഇവിടെ ഫൈൻഡ് ദ ഓഡ് വൺ. ഇവിടെ ഒറ്റയാനാരാ? ലെങ്ത്, സാം, കാളിദാസ്, പ്രിയ. ഇവിടെ ഒറ്റയാനാരാ? പറഞ്ഞോളൂ. എന്താണ്? ബാക്കിയെല്ലാം എന്താ? പ്രോപ്പർ നൗൺ ആണല്ലേ? ഓക്കെ, നെക്സ്റ്റ് ഫൈൻഡ് ഔട്ട് ദ കളക്റ്റീവ് നൗൺ. ഇത് കളക്റ്റീവ് നൗൺ ഏതാ? കളക്റ്റീവ് നൗൺ ഏതാ? കളക്റ്റീവ് നൗൺ എന്ന് പറഞ്ഞാൽ ഏതാ? ഫ്ലോക്ക് അല്ലെ? എന്താ? ഗ്രൂപ്പ് ഷീപ്പ് അല്ലെങ്കിൽ ബേർഡ്സിനെയാണ് നമ്മൾ ഫ്ലോക്ക് എന്ന് പറയുന്നത്. കളക്റ്റീവ് നൗൺ ആണ് അല്ലേ? അപ്പൊ ബാക്കിയൊക്കെയോ? മാം സൂം ചെയ്യാൻ പറ്റുമോ സ്ക്രീൻ? നിങ്ങൾ സ്ക്രീൻ സൂം ചെയ്യാവോ? പറ്റുന്നില്ല. പറ്റും. അത് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഒന്ന് സൂം ചെയ്യണേ. നെക്സ്റ്റ് നോക്കാം. മൈ ഫ്രണ്ട് ഈസ് എ ഗുഡ് ടീച്ചർ. അവിടെ ഏത് നൗണായിട്ട് വരും അത്? ഗുഡ് ടീച്ചർ എന്ന് പറയുമ്പോ ഏത് നൗണാ? കോമൺ നൗൺ. ഓക്കെ, he was born in November. ഏത് നൗണാ? he was born in November. നവംബർ എന്ന് പറയുമ്പോ ഏത് നൗണാ? നവംബർ. പ്രോപ്പർ നൗൺ ആണ്. മാസങ്ങളുടെ പേരാണല്ലേ? പ്രോപ്പർ നൗൺ ആണ്. Then do you have washing machine at home? വാഷിംഗ് മെഷീൻ എന്ന് പറയുമ്പോ ഇത് നൗണായിട്ട് വരും. അത് കോമൺ നൗൺ. കോമൺ നൗൺ. രണ്ട് വാക്കുകളല്ലേ? വാഷിംഗ് മെഷീൻ. ശ്രദ്ധിക്കണോട്ടാ. വാഷിംഗ് മെഷീൻ രണ്ട് വാക്കുകൾ കൂടി ചേരുമ്പോൾ ഉണ്ടാവുന്നതാണ് കോമ്പൗണ്ട് ആണ് അല്ലെ? ഇത് കോമ്പൗണ്ട് ആണ്. നെക്സ്റ്റ് പ്ലൂറൽ കോഫീസ്. ഏതാ? കോഫിന്റെ പ്ലൂറൽ ഏതാ? എ ആണ്, ബി ആണോ? സി ആണ്. ഓക്കെ. Then 3 dash are waiting in line.
ഏതാ? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? സി. സി ആണ്. ഓക്കെ, കറക്റ്റ്. Then that is an ox. Those are dash. ഏതാ ഓക്സിന്റെ പ്ലൂറൽ ഏതാ? Oxen. എ ബി സി ഡി ഏതാ? ഓക്സ് എ എ ഓക്സൺ. ബി ആണ്. ഓക്സൺ ആണ് കേട്ടോ. ബി ആണ്. B oxen, oxen. Okay. Then the plural form of hero. Hero ന്റെ plural form ഏതാ? Hero. Heroes. ഹീറോസ് ബി ആണ്. ഇവിടെ ബിയും സിയും സെയിം ആണ്. ബിയും ഡിയും സെയിം ആണ്. ആൻസർ ഹീറോസ് ആണ്. ഓക്കെ, ബി ആണ്. HEROES. ES ആഡ് ചെയ്യണം അല്ലേ? എന്താ? ഹീറോസ് സൗണ്ടിന് ശേഷം ഓ വരുമ്പോൾ അല്ലേ ES ആഡ് ചെയ്യാം. ഓക്കെ, then let me give some advice. അഡ്വൈസ് ആണ്. അഡ്വൈസ് ഏത് noun ആണ്? അഡ്വൈസ് എന്ന് പറയുന്നത് ഏത് noun ആണ്? അഡ്വൈസ് abstract abstract noun ആണ്. Correct. അപ്പൊ noun പോർഷൻ ക്ലിയർ അല്ലേ എല്ലാവർക്കും? noun പോർഷൻ ക്ലിയർ എല്ലാവർക്കും? പറഞ്ഞോളൂ. ക്ലിയർ ആണ്. ക്ലിയർ ആണല്ലേ? ഇംഗ്ലീഷ് ഒരിക്കലും നിങ്ങൾ കാണാതെ ഒന്നും പഠിക്കരുത്. കാണാതെ പഠിക്കുന്ന കുറച്ച് വേർഡ്സ് ഉണ്ട്, അത് കാണാതെ പഠിക്കുക. അല്ലാത്തത് കുറച്ചൊക്കെ മനസ്സിലാക്കി വെക്കുക, മനസ്സിലാക്കി പഠിക്കുക. ഇപ്പൊ ഞാൻ ക്ലാസ് എടുത്തിട്ട് കുറച്ച് ക്ലിയർ ആയില്ലേ? ഇനിയിപ്പോ നിങ്ങൾക്ക് നോട്ട്സ് കിട്ടുമ്പോ കുറച്ചുകൂടെ ചിലപ്പോ ക്ലിയർ ആവും. ഓക്കെ, ക്ലാസ് എങ്ങനെയുണ്ടെന്ന് പറയുമോ? എന്നാല് ഫസ്റ്റ് ടൈം അല്ലേ എന്റെ ക്ലാസ് എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട് മിസ്സേ. നല്ലതാണ് മാം. നല്ല ക്ലാസ് ആണ് മാം. നല്ലതാണ് മാം. മനസ്സിലാക്കി പഠിപ്പിച്ചു. എന്തോ എല്ലാം നല്ല ക്ലിയർ ആക്കാൻ പറ്റി. സ്പീഡ് കൂടുന്നുണ്ടോ? സ്പീഡ് കുറക്കണോ? ഇല്ല സ്പീഡ് ഇല്ല. സ്പീഡില്ല. ഓക്കെ, ഇതേപോലെ ക്ലാസ് എടുത്താൽ മതിയില്ലേ? നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. മതി മാം, ഇതുപോലെ മതി. ഇത് മതി. ഓക്കെ, അപ്പൊ ഇതുപോലെ നോട്ട്സ് ഞാൻ തരും കേട്ടോ. നോട്ട്സ് എന്തെങ്കിലും ക്ലാസ്സിൽ കഴിഞ്ഞ ശേഷം നോട്ട്സ് തരുള്ളൂ കേട്ടോ. ക്ലാസ്സിന് മുന്നേ നമുക്ക് തരാൻ പറ്റില്ല, കാരണം എന്റെ മിസ്റ്റേക്സ് ആഡ് ചെയ്യണമെങ്കിൽ അത് ആഡ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് നോട്ട്സ് തരുന്നത്. അപ്പൊ അതിന് മുന്നേ തന്നാല് ശരിയാവില്ല. മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അപ്പൊ നോട്ട്സ് നിങ്ങൾക്ക് ക്ലാസ്സിന് ശേഷം കിട്ടും. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം.